ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ്. ആധാരമായിട്ട് വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു വാക്യം പ്രിയമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ കൃപയിൽ ശരണപ്പെടുന്നു. കൊരിന്ത്യർക്ക് ശ്ലീഹ പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ച് സഹായിച്ചാൽ. മതി. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് എന്ന വിഷയം ചില ആഴ്ചകളായി നാം ധ്യാനിച്ചു വരികയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് അല്ല പൗലോസ് പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും പ്രസംഗിക്കാനുള്ള പ്രമേയം യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ഇത്ര ശക്തിയുള്ള വേറെ ഒരു സന്ദേശമില്ല. ഇത്ര പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള വേറൊരു സന്ദേശമില്ല. ഇത്ര ജനഹൃദയങ്ങളെ സ്വാധീനിച്ച വേറൊരു സന്ദേശമില്ല. ഇത്ര വ്യക്തികളെ മാറ്റിയ മാറ്റത്തിൻ്റെ മാറ്റൊലി വ്യക്തികളിൽ വരുത്തിയ മറ്റൊരു സന്ദേശമില്ല. അതുകൊണ്ട് കരുത്തുറ്റ പ്രമേയമാണ്, മികവുറ്റ പ്രമേയമാണ്, തികവുള്ള പ്രമേയമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളത്. സ്തോത്രം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന വിഷയം നാം ധ്യാനിക്കുമ്പോൾ എന്താണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ക്രൂശ് എന്നാൽ എന്ത് എന്ന വിഷയത്തിൻ്റെ ചില അർത്ഥത്തിലേക്ക് വരേണ്ടി വരും. അത് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുന്നമേ ചിന്തിച്ചിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന രീതിയാണ് ക്രൂശീകരണം. 2, ക്രൈസ്തവർ ഇന്ന് ബഹുമാനിക്കുന്ന ഒരു ക്രൂശ്, അത് നമ്മുടെ മനസ്സിൽ വരും. 3, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആ വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. വായിച്ചോ, അതാണ് നമ്മുടെ ആധാരം. വായിച്ചോ. 6-ാം അധ്യായം 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ശ്ലീഹ പൗലോസ് വ്യക്തിപരമായി പറഞ്ഞു എനിക്കോ. അത് നമുക്ക് ചേർന്ന് ഇങ്ങനെ പറയാൻ പറ്റും, ക്രിസ്ത്യാനിയുടെ പ്രശംസയായ ക്രൂശ്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ്? കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്ന കരുത്തരായ വലിയ ചെറിയ പ്രവാചകന്മാരുടെ അഗ്നിനാവുകളാൽ കാലസമ്പൂർണതയിൽ അവനീ മുഖത്ത് അവതരിക്കാൻ പോകുന്ന കാലഖദുരവനായ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചും അവർ നിരവധി പ്രവചനങ്ങൾ 1, 2, 3, 4 ക്രമത്തിൽ BC 2000, BC 520, BC 538, BC 600, BC 1000, BC 2000, BC 4000, BC 900, BC 750 ആദിയായിരിക്കുന്ന കാലങ്ങളിൽ അവർ പ്രവചനാത്മാവിൽ പ്രവചിച്ച നിരവധി വാക്യങ്ങളുണ്ട്. അതിൽ 12 വിധ പ്രത്യക്ഷമായ തെളിവുകൾ നാം മുൻപ് ധ്യാനിച്ചിരുന്നു. 2, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിന്റെ വചനം എന്നതിന്റെ പ്രാധാന്യത. 1,
പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച്. അവർ പ്രവചിച്ച് പ്രസംഗിച്ചു പറഞ്ഞു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച്. 2 സ്തോത്രം, അവൻ ഈ മുഖത്ത് അവതരിച്ച യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ യേശുവിന്റെ 7 എടുത്തുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തൻ്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശു തന്നെ പ്രസ്താവിച്ചു. അത് 7 ഒരാഴ്ചയിൽ നാം ഇവിടെ ഗ്രഹിക്കുകയുണ്ടായി. അപ്പോൾ 1 പഴയ നിയമ പ്രവാചകന്മാർ പ്രസ്താവിച്ചു, 2 യേശു പ്രസ്താവിച്ചു. 3-ാമത്തെ ഭാഗമാണ്, അതിലേക്ക് നാം പ്രാർത്ഥനയോടെ പ്രവേശിപ്പാൻ കൃപയിൽ ശരണപ്പെടുന്നു. തുടർന്നുള്ള ദൈവവചന ധ്യാനത്തിന് ആധാരമായി ഈ പ്രധാന ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതിൻ്റെ 3-ാമതുള്ള പ്രാധാന്യത തെളിയിക്കുന്ന ഭാഗം അപ്പോസ്തലന്മാർ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ക്രമം നോക്കണമേ. 1 യേശു, ആ പ്രവാചകന്മാർ പറഞ്ഞു. 2 യേശു പറഞ്ഞു. 3 അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. അപ്പോസ്തലൻ ഒരാൾ മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലെ മുഴുവൻ അപ്പോസ്തലന്മാരുടെയും പ്രഭാഷണ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന പ്രമേയമായിരുന്നു. ഇങ്ങനെ അവർ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണമെന്ത്? ഞാൻ മുഖവരയിൽ പറഞ്ഞതുപോലെ മികവുറ്റ, തികവുറ്റ, ഈടുറ്റ, കിടവുറ്റ, ആമേൻ സ്തോത്രം, ഏത് പരിക്കനെയും ഒരുക്കിയെടുക്കാൻ കരുത്തുള്ള, മൂർച്ചയുള്ള, ആമേൻ സ്തോത്രം, ഏത് ആളെയും സമൂലമായി മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള കരുത്തുറ്റ വചനമാണ് ക്രൂശിന്റെ വചനം. ഇതിന് ഈ കാലത്ത് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങൾ നമ്മുടെ നാടിൽ, നമ്മുടെ നാളെയുടെ നീളയിൽ, കാലത്തിൽ പ്രസ്താവിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇതിന് കാലിക പ്രസക്തിയുണ്ട്. ശ്ലീഹാമാർ ഇതിന്റെ പ്രാധാന്യം വർണ്ണിച്ചുകൊണ്ട് പ്രസ്താവിച്ചിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിലെ 5 തെളിവുകൾ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ 3-ാം ഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. 1 അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം പൊതുവിൽ വായിച്ചു. നസറയനായ യേശുവിനെ ദൈവം, ആ പ്രയോഗത്തിന് അടിവരയിടണം. തന്റെ സ്ഥിര നിർണയത്താൽ. മഹാദൈവത്തിന് സ്ഥിര നിർണയമുണ്ട്. ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മുടെ ദൈവം സ്ഥിരബുദ്ധിയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം അസ്ഥിരനല്ല. സ്തോത്രം. ഇന്നൊന്ന് പറഞ്ഞിട്ട് നാളെ ഒന്ന് പറയുന്ന, 24 മണിക്കൂറിന്റെ ഉള്ളിൽ 48 പ്രാവശ്യം നിലപാട് മാറുന്ന ആളല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവം സ്ഥിരനിർണയമുള്ള ദൈവമാണ്. ആമേൻ. സ്ഥിരനിർണയത്താൽ. അടുത്തത് വായിച്ചോളൂ. മുന്നറിവിനാൽ. മഹാദൈവത്തിന്റെ മുന്നറിവിനാൽ ഏൽപ്പിച്ചു. അപ്പോൾ യേശുവിന്റെ ഏൽപ്പിക്കപ്പെടൽ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്, അത് സ്ഥിരനിർണയത്താലും മുന്നറിവിനാലുമാണ്. ഒന്നും കൂടെ തെളിച്ചു പറയാം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു യാദൃച്ഛിക സംഭവമല്ല. അബദ്ധവശാൽ യഹൂദന്മാരുടെ കയ്യിൽ പിടിക്കപ്പെട്ടതല്ല. യേശുവിന്റെ ഏൽപ്പിക്കപ്പെടൽ, സ്തോത്രം, ഗതികെട്ട് കീഴടങ്ങിയതല്ല. ഇവിടെ ഉലകത്തെ വാളുകൊണ്ടും വെടിക്കോപ്പ് കൊണ്ടും ഇവിടെയുള്ള രാഷ്ട്രങ്ങളെയൊക്കെ
ഒരു കാലത്ത് കിട്ടുകിട്ടാ വിറപ്പിച്ച സാമ്രാട്ടുകൾ അവർക്ക് എതിരെ ശത്രുവിന്റെ പടമുറങ്ങിയ സമയത്ത് അവർ കരങ്ങൾ ഉയർത്തിയോ, അവർ തന്നെത്താൻ സലണ്ടറായി കീഴ്പ്പെട്ട് പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഏൽപ്പിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടതോ ഏൽപ്പിക്കപ്പെട്ടതോ കീഴടങ്ങപ്പെട്ടതോ അല്ല, അവൻ മഹാദൈവത്തിന്റെ സ്ഥിരനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ, ആമേൻ, സ്വത്രം, മുന്നറിവിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷത്തോടൊന്ന് സ്വത്രം ചെയ്യാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ള പ്രമേയം മുന്നറിവുള്ള പ്രമേയമാണ്, സ്ഥിരനിർണയ പ്രകാരമുള്ള പ്രമേയമാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാമോ? ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ എന്ന് തിരിച്ചറിയണം, യേശു അബദ്ധവശാൽ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതല്ല, ദൈവത്തിന്റെ സ്ഥിരനിർണയത്താലാണ്. അടുത്ത പ്രയോഗം വായിച്ചോ, അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ആര് പറഞ്ഞു? സ്തോത്രം. ഒന്നാമത്തെ പ്രസംഗി പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ഒന്നാമത്തെ പ്രസംഗി പത്രോസ് 11 പേരോടുകൂടെ നിന്ന് പ്രസംഗിക്കവേ പത്രോസിന്റെ വാക്ക് കേക്ക്. സ്തോത്രം. യേശുവിന്റെ ക്രൂശിന്റെ വചനമാണ് അവിടെ പ്രസംഗിച്ചത്. ആ പ്രസംഗം കേൾവിക്കാരിൽ നിന്ന് 3000-ഓളം പേരെ ഈ മഹത്വമുള്ള ദൈവകൃപയിലേക്ക് തടുത്തടിപ്പിച്ച് കൃപയിൽ കൊണ്ടുവന്ന വചനമാണെങ്കിൽ അവൻ സ്വത്രം വിപ്ലവകരമായ അവൻ ഒരു ഉണർവ് ആ ദിവസത്തിൽ ജനത്തിന്റെ ഇടയിലേക്ക് വെളിപ്പെടുത്തിയ പ്രസംഗമാണെങ്കിൽ, വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയ സന്ദേശമാണെങ്കിൽ, അവൻ ഈ സന്ദേശത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ്. ഇത് പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ അപ്പിടി ഇപ്പിടി പറഞ്ഞ് വെറുതെ നേരം കളയാതെ ആമേൻ ഇത് ഉയർത്തേണ്ടവരായ നമ്മൾ, സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാനൊരു ചെറിയൊരു പ്രബോധനം പറയാം. നിങ്ങൾ അങ്ങനെ പോകണം ഇങ്ങനെ പോകണമെന്നൊന്നും ഞാൻ കൂടുതൽ പറയാറില്ല. വചനം പറയുന്നു, വചനക്രിയ ചെയ്യുന്നു, അതിനനുസരിച്ച് രൂപപ്പെടുന്നു. അതാണ് നമുക്ക് നമ്മുടെ രീതി. അതാണ് ഒരു പ്രബോധനം പറയാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മറ്റൊരാളോട് സുവിശേഷം പറയാനുള്ള വാചകങ്ങളും ആമേൻ ആ സുവിശേഷം പറയാനുള്ള സുവിശേഷ വചനങ്ങളും ഒന്ന് അഭ്യാസം അതിൽ തേടുകയും പരിശീലനം തേടുകയും അറിവുള്ളവരും ആയിരിക്കണം. അതൊരു വ്യക്തിയോട് പറയാനായാലും ഒരു കവലയിൽ നിന്ന് പറയാനായാലും, സ്തോത്രം, സുവിശേഷം പറയാൻ പഠിച്ചിട്ട് മതി വേറെ വാചപടി. നമുക്ക് മറ്റേ കേസൊക്കെ പിന്നെ പറയാം, പലതും നമുക്ക് പിന്നെ പറയാം. സ്തോത്രം. പുതിയ നിയമ വിശ്വാസി സുവിശേഷം പറയാൻ ഒന്ന് സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ സുവിശേഷം എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ വിശ്വസിച്ചവരാ നമ്മൾ. രണ്ട്, നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഈ സത്യസുവിശേഷം പറയാൻ ത്രാണിയുള്ളവരാകണം. ആ ത്രാണിക്ക് ഞാൻ ത്രാണി എന്ന് ഉപയോഗിച്ചതേ ഉള്ളൂ. നിങ്ങൾ ആ പദകോശം തപ്പിയൊന്നും പോണ്ട, ഒരു സാധാരണ പദകോശം ഞാൻ ഉപയോഗിച്ചതാണ്. അതിന് ആമൻ പുതിയ നിയമത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പ്രാപ്തി എന്നാണ്. ആമൻ ആ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ഇന്നിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിനുള്ള പ്രാപ്തി ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കാം. പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. ധാരാളമായി പ്രാപ്തി നൽകി പ്രാപ്തീകരിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. സന്തോഷത്തോടെ ഈ വചനം ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റും? അപ്പോൾ ക്രൂശിന്റെ വചനത്തിന്റെ പ്രാധാന്യത ഒന്ന്, പത്രോസ് ഒന്നാമത്തെ പെന്തക്കോസ്ത് പ്രസംഗത്തിനകത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു.
സ്തോത്രം. അതുകൊണ്ട് ഈ പ്രസംഗം നടന്നത് പുറത്തുള്ളവർ ഉണ്ടെങ്കിലും അകത്ത് നിന്നാണ് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് അകത്ത് പ്രസംഗിക്കാൻ കൊള്ളുന്ന മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് പ്രസംഗം തുടങ്ങിയതാണ് ക്രൂശിന്റെ വചനം. ക്രൂശിന്റെ വചനം പ്രസംഗിച്ച് തുടങ്ങിയതിന് വാക്യം തരാം, പ്രസംഗിച്ച് മുടങ്ങിയതിന് വാക്യമില്ല. അതിന്റെ അർത്ഥം ഇത് തുടരുകയാണ്, ഇത് തുടരുകയാണ്. അന്ന് അപ്പോസ്തലൻ പ്രസംഗിച്ച് തുടങ്ങിയത് ഇന്ന് പുറമറ്റത്തുള്ള കൃപ പ്രാപിച്ച ദൈവമക്കളുടെ നാവിലൂടെ തുടരേണ്ടതാണ്, തുടരേണ്ടതാണ്. അവനത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് തുടരേണ്ടതിന് എൻ്റെ നാവിനെ സമർപ്പിക്കുന്നു, തുടരേണ്ടതിന് എന്നെ സമർപ്പിക്കുന്നു, തുടരേണ്ടതിന് എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിനകത്തിരുന്ന് ഏൽപ്പിക്കപ്പെടാൻ എത്ര പേർക്ക് പറ്റും? തുടരേണ്ടതിന് എന്റെ നാവിനെ ശക്തീകരിക്കണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? തുടരേണ്ടതിന് എന്നെ ബലപ്പെടുത്തണമേ, തുടരേണ്ടതിന് എന്നെ ശക്തീകരിക്കണമേ. സ്തോത്രം. സാധാരണക്കാരിൽ സാധാരണക്കാരനായൊരു മനുഷ്യന് അസാധാരണ പ്രവർത്തികൾ ചെയ്യാൻ ശേഷിയുള്ള ഈ വചനത്തിന്റെ വാഹിയായി നിന്നുകൊണ്ട് ബൈബിൾ ചരിത്രം കണ്ട വിപ്ലവകരമായ ഒരു ഉണർവിന് നാവി കുറിക്കുന്ന പ്രഭാഷണത്തിന്റെ പ്രമേയമായി ക്രൂശിന്റെ വചനം എടുത്തു ധരിപ്പാൻ ശക്തിയുള്ളവനായി മാറിയെങ്കിൽ, ദൈവം അങ്ങനെ ശക്തീകരിച്ചെങ്കിൽ, എളിയവരായ നമ്മെ ദൈവം എത്രയധികം ശക്തീകരിക്കും. ഏൽപ്പിക്കപ്പെടുന്നവരെ കർത്താവ് എത്രയധികം എടുത്തുപയോഗിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രൂശിന്റെ വചനം ഒന്ന് ആമേൻ പത്രോസ് പ്രസംഗിച്ചു തുടങ്ങി. ഒന്നും കൂടെ വാക്യം താഴോട്ടൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 23 താഴോട്ട് വായിച്ചതിന്റെ താഴോട്ട്. ദൈവമോ മരണഭാഷങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾക്ക്, മരണത്തിൻ്റെ പാശങ്ങൾക്ക് അവനെ കെട്ടി മുറുക്കി വെക്കുന്നത് അസാധ്യമായിരുന്നു. ആമേൻ. അസാധ്യമായിരുന്നു, അസാധ്യമായിരുന്നു. മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ വണ്ണം റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൻ മുദ്രയെ പൊളിച്ചെറിഞ്ഞുകൊണ്ട്, കല്ലറവാതിക്കലെ ഭാരമുള്ള കല്ലിനെ ഉരുട്ടി മാറ്റിക്കൊണ്ട്, റോമൻ സാമ്രാജ്യത്തിന്റെ ആമൻ പടയാളികളെ തട്ടിമറിച്ചുകൊണ്ട്, വർണ്ണിപ്പാൻ കഴിയാത്ത അവർണ്ണനീയമായ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ യേശു ഈ യേശുവിനെ ഉയർത്തി. ഉയർപ്പിന്റെ വചനം നീ എവിടെ പരാജയം മണക്കുന്നു അവിടെ നീ പറഞ്ഞു തുടങ്ങുക. എവിടെ നിനക്ക് തോൽവി എന്ന് തോന്നുന്നു അവിടെ പറഞ്ഞു തുടങ്ങുക. നീ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം നൽകുകയാണ്. എവിടെയാണ് നിനക്ക് പരാജയമെന്ന് തോന്നുന്നത് അവിടെ യേശുവിന്റെ ഉയർപ്പിന്റെ വചനം, പുനരുത്ഥാനത്തിന്റെ വചനം, റിസറക്ഷൻ, പുനരുത്ഥാനം. പറ. പുനരുദ്ധാനത്തിന്റെ ശക്തി ശത്രു കെട്ടിയ കെട്ടുകൾ അഴിക്കുന്ന രാത്രിയാണ്. പുനരുദ്ധാനത്തിന്റെ ശക്തി തോൽവികളെ മാറ്റുന്ന രാത്രിയാണ്. അവൻ പുനരുദ്ധാനത്തിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രിയരെ വർണ്ണിപ്പാൻ കഴിയാത്തതാണ്. ഇവിടെ ഒത്തിരി ഫോഴ്സ് ഉണ്ട് അല്ലേ? കാറ്റിന് ശക്തിയുണ്ട്, വാട്ടർ ഫോഴ്സ്, വെള്ളത്തിന് ശക്തിയുണ്ട്. ഈ ശക്തിയൊക്കെ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ആ ഊർജത്തെ എല്ലാം നന്നായി ഉപയോഗിക്കുന്നതുകൊണ്ടല്ലേ ഈ ലൈറ്റൊക്കെ കത്തുന്നേ. അതിനേക്കാൾ പവറുള്ളതാണ് ആറ്റമിക് പവർ. അതിന്റെ ശക്തി വലുതാ.
പല രാജ്യങ്ങളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അതീന. അപ്പോളേ ഇങ്ങനെ ഒത്തിരി പവർ ഇവിടെ ഉണ്ട്. എന്നാൽ അതിനെയൊക്കെ ലോകം വിളിക്കും സൂപ്പർ നാച്ചുറൽ പവർ എന്ന് വിളിക്കും. എന്നാൽ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ ഒരു മലയാള പദകോശം കൊണ്ട് ചേർത്തു. അവിടെ ബൈബിളിലൊന്നും ഇല്ലത്, നമ്മൾക്ക് ഒരു വർണ്ണിക്കാൻ പറ്റാത്തതുകൊണ്ട്. അവർണ്ണനീയം എന്ന് പറഞ്ഞാൽ വെച്ചാൽ വർണ്ണിക്കാൻ ഈ എളിയവന്റെ നാവ് പോരാ. അവർണ്ണനീയം, അവർണ്ണനീയം, വർണ്ണിപ്പാൻ കഴിയാത്തത് കൊണ്ട്. അപ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തി എത്ര ശക്തിയാന്ന് ചോദിച്ചാൽ അതിവിടുത്തെ ഒരു പവറിന്റെ അളവ് വെച്ചും അതിനെ നിർണയിക്കാൻ പറ്റത്തില്ല. അത്ര വലിയ പവറാണ്, അത്ര വലിയ പവറാണ്, അത്ര വലിയ പവർ. ആമേൻ, സ്തോത്രം. നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുകയാണ്. അത്ര വലിയ പവർ ഉള്ളവനാണ് നീ. അത്ര വലിയ പവറോടെയാണ് നീ പറയുന്നത്. അത്ര വലിയ പവറോടെയാണ് നീ എഴുന്നേൽക്കുന്നത്. അത്ര വലിയ പവറോടെയാണ് നീ പോരാടുന്നത്. അത്ര വലിയ പവറോടെയാണ് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് യഹൂദ മതത്തിൻ്റെ കോടതികളെയും ജൂത മതത്തിൻ്റെ തന്ത്രങ്ങളെയും ആമൻ റോമൻ ഭരണകൂടത്തിൻ്റെ സകല വിലക്കുകളെയും പൊട്ടിച്ച് ഈ നാമം വെളിയിൽ വന്നതിൻ്റെ കാരണം ഇതിനകത്ത് വ്യാപരിക്കുന്ന അസാധാരണമായ അവർണ്ണനീയമായ ഒരു പുനരുത്ഥാനത്തിൻ്റെ ജീവന്റെ അവൻ അർത്ഥാൽ ഉയര ജീവൻ ഇതിനകത്തുണ്ട്. അവൻ സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ഈ ആത്മാവിൽ പറയുമ്പോൾ അതുപോലെ സംഭവിക്കുകയാണ്. ഈ ആത്മാവിൽ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മുൻപിൽ മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സാധാരണക്കാരനായ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ആമേൻ നാം ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ പവർ നിന്റെ മേൽ വ്യാപരിച്ചാൽ നീ അസാധാരണമായ ഒരു വ്യക്തിയായി മാറും. ആമേൻ, നീ അസാധാരണമായ ഒരു മനുഷ്യനായി മാറും. ആമേൻ, നിന്റെ വാക്കുകൾക്ക് വളരെ ശക്തി ഉണ്ടാകും. ആമേൻ, സ്തോത്രം. നിന്റെ ചുവടുവെപ്പുകൾ, നിന്റെ സാന്നിധ്യം അവരുടെ നിഴൽ തട്ടുമ്പോൾ പോലും രോഗികൾ സൗഖ്യമാകത്തക്ക രീതിയിൽ അവരെ ഒരു അസാധാരണ വ്യക്തി പ്രഭാവത്തിന്റെ ഉടമകളാക്കി മാറ്റിയത് അവരുടെ മേൽ വ്യാപരിച്ച ആത്മാവിന്റെ ശക്തിയാണ്. എന്റെ വിഷയത്തിൽ നിൽക്കുന്ന ക്രൂശിന്റെ വചനം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പത്രോസ് പ്രസംഗിച്ചു. 4-ാം അധ്യായം 5-ാമത്തെ വാക്യവും അതിൻ്റെ 4-ാം അധ്യായം 10-ാം വാക്യവും അപ്പോസ്തല പ്രവർത്തികൾ വായിച്ചാലും 10-ാം വാക്യം. മതി. 4, 5, 6 വാക്യങ്ങൾ 10-ാമത്തെ വാക്യം വായിക്കുമ്പം ശാസ്ത്രിമാര്, ഹന്നാവ്, കയ്യഫാവ്, മൂപ്പന്മാര് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി മതകോടതി കൂടി. എന്നിട്ട് കാര്യം എന്താണെന്നറിയാവോ? സുന്ദരമെന്ന ദേവാലയ വാതിക്കെങ്കിൽ ഇരുന്നവൻ വല്ലതും തരണമെന്ന് ചോദിച്ചപ്പോൾ, സ്തോത്രം, വല്ലതും തരാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് റൈസ് അപ്പ് ആൻഡ് വാക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നടന്നു. സ്തോത്രം, സന്തോഷം. അവൻ്റെ നെരിയാണി ഉറച്ചു. ഈ ഒറ്റ കാര്യത്തിൽ ജനം ആ ശലോമോന്റെ മണ്ഡപത്തിങ്കിലൊക്കെ കൂടിയ സമയത്ത് ഈ ഒറ്റ കാര്യത്തിലാണ് വിസ്തരിച്ചത്, അല്ലേ? മതകോടതി കൂടി വിസ്തരിക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച 10-ാം വാക്യം, ഹന്നാവിനെ കണ്ടപ്പോൾ, കയ്യവ്വാവിനെ കണ്ടപ്പോൾ, മൂത്ത മൂപ്പന്മാരെ കണ്ടപ്പോ, നോക്കണേ, മതത്തിന്റെ മേലാളന്മാരെ കണ്ടപ്പോൾ, അവരുടെ നീളമുള്ള വസ്ത്രം കണ്ടപ്പോൾ, അവരുടെ താടി മുടി, അവൻ കണ്ണിന്റെ നോട്ടം, ഉഗ്രഭാവം, ഇവയൊക്കെ കണ്ടപ്പോ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പത്രോസ് ചൂളിയില്ല.
നാടൻ ഭാഷയാ, ചൂളിയില്ല, മുട്ടിടിച്ചില്ല. ഈ താടി കിട്ടുകിട്ടാ ഇടിച്ചില്ല. സ്തോത്രം. അവിടെ വെച്ച് നെവരെ നിന്ന് 10-ാം വാക്യം വായിച്ചോ. നിങ്ങള് ഇവരോട് പറയാണ്, അവരുടെ മുഖത്ത് നോക്കി പറയാണ്. എനിക്ക് തോന്നുന്നു ആ പറയുന്നതിൻ്റെ ആ ഭാവം ഒന്ന് നോക്കണം. ഞാനാണെങ്കിൽ അത് പറയുമ്പോൾ, അല്ല നമ്മളാണ് പറയുമെങ്കിൽ നമ്മുടെ ഒരു വിരലങ്ങോട്ട് ഉയരും. എന്നിട്ട് പറഞ്ഞു, ഹന്നാബ് കയ്യഫാവും മൂപ്പന്മാരെ, നിങ്ങൾ ക്രൂശിച്ചവനും. അടുത്തത് ദൈവം മരിച്ചവരിന്ന് ഉയർപ്പിച്ചവനും നാസറേയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവൻ സൗഖ്യമുള്ളവനായി. അവൻ സൗഖ്യമുള്ളവനായത് ക്രൂശിക്കപ്പെട്ട അവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് പത്രോസ് നുണയല്ല പറഞ്ഞത്. അത് ചെയ്തവൻ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞവൻ തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചപ്പോൾ ഇത് ക്രൂശിന്റെ വചനത്തിന്റെ ശക്തിയാണ്. ഇന്ന് ഞാൻ ആത്മനിയോഗത്തോട് ദൂത് വിളിച്ച് പറയാം, ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് രോഗികൾ ഇരിപ്പുണ്ടോ? ആമൻ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ടോ? ഈ ദൈവ ശബ്ദം ഏത് രാജ്യത്തിലിരുന്നും കേൾക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ട്, ഇത് ഗ്രഹിച്ചുകൊണ്ട്, ഇത് ഏറ്റെടുത്താൽ നന്ന്. നീ രോഗിയാണോ? ക്രൂശിന്റെ വചനത്തിന് നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിന്റെ അസ്ഥിയെ സൗഖ്യമാക്കുവാൻ, നിന്റെ ആന്തരിക അവയവങ്ങളെ സൗഖ്യമാക്കുവാൻ, നിന്റെ ത്വക്കിനെ സൗഖ്യമാക്കുവാൻ, നിന്റെ ഉച്ചിയിൽ ഉയർന്നിരിക്കുന്ന തലമുടി നാര് മുതൽ ഉള്ളങ്കാലിന്റെ വെള്ള വരെ ഹീലിംഗ് നൽകാൻ, വിടുതൽ നൽകാൻ ശക്തിയുള്ള വചനമാണ്. അതുകൊണ്ട് ആ വചനത്തെ ആധാരമാക്കി ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു, ക്രൂശിന്റെ വചനത്താൽ രോഗശാന്തിയുണ്ട്. ക്രൂശിന്റെ വചനം രോഗികളെ സൗഖ്യമാക്കുന്നു. സഭയൊന്ന് ചേർന്ന് പറയാമോ ഈ കാര്യം? ക്രൂശിന്റെ വചനം ചേർന്ന് പറഞ്ഞാട്ടെ. ക്രൂശിന്റെ വചനം രോഗികളെ സൗഖ്യമാക്കുന്നു. ക്രൂശിന്റെ വചനം പാപികളെ രക്ഷിക്കുന്നു. ക്രൂശിന്റെ വചനം രോഗികളെ സൗഖ്യമാക്കുന്നു. ഒരു പ്രത്യേക നിയോഗത്തോടെ ഈ വചനമൊന്ന് പറഞ്ഞുകൊണ്ട് നടന്നാട്ട്. ക്രൂശിന്റെ വചനം രോഗിയെ സൗഖ്യമാക്കുന്നു. രോഗിയുടെ മേൽ കൈവച്ചിട്ട് ക്രൂശിന്റെ വചനത്തിന്റെ അധികാരത്തിൽ വൈദ്യശാസ്ത്രം കൈവിട്ടത്, മെഡിക്കൽ സയൻസ് വിധി എഴുതിയത്, ക്യാൻസർ സെന്റർ തള്ളിക്കളഞ്ഞ കേസ് ക്രൂശിന്റെ വചനം ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ ശക്തിയുള്ള വചനം. ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റാമോ? ക്രൂശിന്റെ വചനത്തിന്റെ മുകളിൽ നീ ഏൽപ്പിച്ചേ. ക്രൂശിന്റെ വചനം എങ്ങനെ സൗഖ്യമാക്കുന്നേ? ക്രൂശിന്റെ വചനം എങ്ങനെ സൗഖ്യമാക്കുന്നേ? യെശയ്യാ പ്രവചനത്തിൽ ഒരു പ്രയോഗമുണ്ട്, അവൻ നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിന്റെ ആണിയേറ്റ് തുളയ്ക്കപ്പെട്ട ആണിപ്പഴുതിലേക്ക് നോക്ക്, അടിയേറ്റ് മുറിവേറ്റിരിക്കുന്ന ആ പുറത്തേക്ക് നോക്ക്. സ്തോത്രം. മുഖരോമങ്ങൾ പറിച്ച് വിരൂപമായിരിക്കുന്ന മുഖത്തേക്ക് നോക്ക്. മുൾക്കിരീടം തലയിൽ വെച്ച് അടിച്ച് ഏറ്റിരിക്കുന്ന മുറിവിലേക്ക് നോക്ക്. സ്തോത്രം. ആ മുറിവിന്റെ ഉള്ളിലേക്ക് നീ വിശ്വാസത്താലൊന്ന് നിന്റെ അകം ദൃഷ്ടി പതിയുമ്പോൾ അവിടെ നിന്നൊരു ശക്തി നിന്റെ ബലഹീനമായ ശരീരത്തിലേക്ക്, നിന്റെ രോഗമുള്ള ശരീരത്തിലേക്ക് ഗുണിതങ്ങളായി രോഗാണുക്കൾ പെരുകിക്കൊണ്ട് നിന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തിലേക്ക് അത്ഭുത രോഗശാന്തിയുടെ ശക്തി 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 വ്യാപരിക്കും.
അല്പനേരം ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് എങ്ങനെ നിയോഗം നൽകുന്നു, അങ്ങനെ അല്പനേരം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചാട്ടെ. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ആമൻ, സ്വാതന്ത്ര്യമുണ്ട്. അധരങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടില്ല. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അല്പനേരം ഏൽപ്പിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്നവനെ നരിയാണി ഉറപ്പിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചു? അവരും കുഴഞ്ഞിരിക്കുക. ഉത്തരം വളച്ചുകെട്ടില്ലാതെ, വെച്ചുകെട്ടില്ലാതെ, ഒന്നും കൂടെ പറഞ്ഞാൽ ഏച്ചു വെക്കാതെ കാര്യം ക്ലിയറായി പറഞ്ഞു. നിങ്ങൾ ഹന്നാവേ, കയ്യഫാവേ, ആമേൻ, മൂപ്പന്മാരെ, നിങ്ങൾ ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ബർബാസിനെ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് ക്രൂശിച്ചില്ലേ? നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? ആ ക്രൂശിക്കപ്പെട്ട ആ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്, ക്രൂശിന്റെ വചനത്തിന്റെ ശക്തിയാലാണ്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ക്രൂശീകരണം ധ്യാനിച്ച് എത്രയോ ആളുകൾ വിടുതൽ പ്രാപിച്ചു. ഇവർ ചിന്തിച്ചു, ഈ രോഗശാന്തിക്കാരനായ യേശുവിനെ, ഭൂതത്തെ പുറത്താക്കുന്ന യേശുവിനെ, ഈ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ, പുരുഷാരം, ഇതുപോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിന് അന്ന് ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു. ഇന്നൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടല്ലോ, ഫാൻസ് അസോസിയേഷൻ ഒത്തിരി ഉണ്ടല്ലോ. ആമേൻ. യേശുവിനെ എങ്ങനെ നോക്കിയാലും ജനം ഇവൻ്റെ പുറകെ നിൽക്കുകയാണ്. ആ പുരുഷാരം നിൽക്കുകയാണ്. ആമേൻ. 5000വും 10000വും നിൽക്കുകയാണ്. ജനം ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. എന്നാൽ ഇത് എങ്ങനെ ഒന്ന് തല്ലിക്കെടുത്താം, യേശുവിനെ പിടിച്ച് ക്രൂശിച്ച തീരുമെന്ന് ചിന്തിച്ചു. ഇല്ല, ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് പരന്നു. ഹല്ലേലൂയ. ഏത് വൻകരയിൽ ഇരുന്നുകൊണ്ടും ഹൃദയം കൊണ്ട് ഈ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ അടിപ്പിണരിലേക്ക് നോക്കുന്നവന് അവൻ അത്ഭുത വിടുതലുണ്ടാകുകയാണ്. ഏത് വൻകരയിൽ ഇരുന്നു കൊണ്ട്, ഏത് ഭാഷയിലും ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്ന് പറയുമ്പോൾ വിടുതലുകൾ സംഭവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, സ്വന്തം ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി എത്ര വലുതാ! അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഉണ്ടല്ലോ, മൂടി വെക്കപ്പെടാനാവോളം ഈ കൃപായുഗത്തിൻ്റെ സായാഹ്നഘട്ടത്തിൽ ശത്രു പദ്ധതി ഒരുക്കും, വിഷയം മാറ്റിക്കളയും. എന്നാൽ തിരിച്ചറിയണം, ഹല്ലേലൂയ, ആവോളം ക്രൂശിന്റെ വചനം ഉയർത്തുവീൻ, ക്രൂശിന്റെ വചനം ഉയർത്തുവീൻ. 2 പോയിന്റുകളെ നമ്മൾ ധ്യാനിച്ചുള്ളൂ. 3ാമത്തെ ഭാഗത്തിൽ നിന്ന് ക്രൂശിന്റെ വചനം, അത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാ അധ്യായങ്ങൾക്കകത്തും ഉറങ്ങുന്ന സഭയല്ല ഉള്ളത്, ചലിക്കുന്ന സഭയാണ്. അപ്പോസ്തലന്മാരിലൂടെ നടക്കുന്ന വലിയ പ്രവർത്തികളാണ് കാണുന്നത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികളെ സൂക്ഷ്മമായി നോക്കി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതിൽ നടക്കുന്ന അത്ഭുതങ്ങളെ? അത്ഭുതങ്ങളുടെ അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. ദ അറ്റ്മോസ്ഫിയർ ഓഫ് മിറക്കിൾ, അല്ലേ? അത്ഭുതങ്ങളുടെ അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ആ സഭ മുമ്പോട്ട് പോകുന്നത്. ആ അന്തരീക്ഷത്തിൽ ആ സീസൺ മുൻപോട്ട് പോയതിൻ്റെ കാരണം അവരെല്ലാം പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.